വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഭരണത്തിലേറെ നാളുകൾ പിന്നിടുമ്പോഴേക്കും സംഘപരിവാർ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, അത് നടപ്പിൽ വരുത്തുന്നതിന് അമിതാവേശം കാണിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത്, അത് വളരെ വേഗത്തിൽ, വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതിനെടുത്ത കാലതാമസം, പാർട്ടിക്കുള്ളില് ഉൾപ്പോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെയാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അത് കേരളത്തെ പണയപ്പെടുത്തിയിട്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ, അദ്ദേഹം പൊതുസമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങളെ പണയപ്പെടുത്തി, കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തെ പണയപ്പെടുത്തി, കേരളത്തിന്റെ മതേതരത്വത്തെ പണയപ്പെടുത്തി, കേരളത്തിന്റെ വിഭവങ്ങളെ പണയപ്പെടുത്തി ഒരു നിയോ കോർപ്പറേറ്റ് ഫാഷിസമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് പോലെ നമ്മുടെ കേരളത്തിന്റെയും ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് നടന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ്, ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അങ്ങ് മംഗലാപുരത്തേക്ക് 4-5 മണിക്കൂറിനുള്ളിൽ വന്ദേ ഭാരതിൽ പോകാവുന്നത് ആരും അറിയാതെ, പാർട്ടി അറിയാതെ, ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരാൾ, കോൺഗ്രസിന്റെ സമുദ്രനായ നേതാവായ ഒരാൾ, അഖിലേന്ത്യാ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് തൊട്ടടുത്ത സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ ആ പ്രദേശത്ത്, ആ നാട്ടിലെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും അറിഞ്ഞിട്ടില്ല എന്നും പിന്നീട് അതിന്റെ മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാനാണ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോയത് എന്ന് പറയുമ്പോൾ അത് തൊടാതെ വിഴുങ്ങാൻ മലയാളികൾക്ക്, പൗരബോധമുള്ളവർക്ക്, സാമാന്യബോധമുള്ളവർക്ക് സാധിക്കില്ല എന്നാണ്. അതിന് കോൺഗ്രസ് തന്നെ കൊടുത്തിട്ടുള്ള, ഈ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള ഏജൻസി തന്നെ കൊടുത്തൊരു നരേറ്റീവാണ് NDA നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ പോയി എന്നുള്ളത്. NDA നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്താൻ അവിടേക്ക് പോകേണ്ടതില്ല എന്നും, ആ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ കർണാടകയിലെയോ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു പ്രധാനപ്പെട്ട നേതാവും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് അദാനി ഗ്രൂപ്പിന്റെ മാനേജറായിരുന്ന കിഷോർ ആൽവ എന്ന് പറയുന്ന അദാനി ഗ്രൂപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുന്ന, അവരോട് 100% പ്രതിബദ്ധതയുള്ള അവരുടെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ കോർപ്പറേഷൻ അങ്ങ് BJPക്ക് കിട്ടിയത് എന്നും, ചന്ദ്രശേഖർ എന്ന ഒരു പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരു ബിസിനസ്സുകാരൻ കേരളത്തിന്റെ BJPയുടെ നേതാവായി ഇവിടെ ഇടികൊണ്ട് രക്തസാക്ഷികളായ കുടുംബത്തിൽ നിന്നുള്ള ഒരുപാട് BJPയുടെ നേതാക്കന്മാരുള്ളപ്പോഴും അവരെല്ലാം മറികടന്നുകൊണ്ട് ഒരു ബിസിനസ് കോർപ്പറേറ്റിന്, നിയോ കോർപ്പറേറ്റിന്റെ ഫാസിസത്തിന്റെ ഒരു ഒത്താവിന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ BJPയുടെ പ്രസിഡന്റ് ആക്കിയത്? അത് ആരുടെ താല്പര്യമായിരുന്നു എന്നിടത്തുനിന്ന് വേണം നമ്മൾ നമ്മുടെ ചിന്തകൾ തുടങ്ങാൻ. അത് അദാനിയുടെ താല്പര്യമായിരുന്നു. ഈ കോർപ്പറേഷൻ പിടിച്ചെടുത്തത് UDFന്റെയും LDFന്റെയും മൗനസമ്മതത്തോടു കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആം ആദ്മി പാർട്ടിയുടെ ഒരു കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു വനിത, ഒരു സ്ഥാനാർത്ഥി, അവർ പത്രസമ്മേളനം നടത്തിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, ഓരോ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോഴും 4-5 വോട്ടുള്ള വീടുകളിൽ 7, 10, 11 വോട്ടുകളാണ് അവിടെ ചേർത്തിരിക്കുന്നത് എന്ന്. ആ വോട്ടർമാരെ, ആ വീട്ടുകാർക്കറിയില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുക്കുന്നത് അവർ ഡെപ്യൂട്ടേഷൻ എടുക്കുകയാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ, ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മുന്നണികളുടെ സർക്കാർ സർവീസ് സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. LDFന്റെയും UDFന്റെയും സർവീസ് സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരുടെ താല്പര്യമില്ലാതെ, അവരുടെ ഇഷ്ടമില്ലാതെ, അവരുടെ മൗനസമ്മതമില്ലാതെ ആ വോട്ട് ചേർക്കൽ നടക്കില്ല. 3000-3500 വോട്ടർമാർക്ക് ഒരു കൗൺസിലർ ഉണ്ടാകുമ്പോ
അതിനുള്ള സംവിധാനങ്ങളുള്ള ഉണ്ടാകുമ്പോ ബിജെപിക്ക് ഒരിക്കലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്ന് നമുക്കറിയാവുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്ന പ്രദേശങ്ങളിൽ, മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്ന പ്രദേശങ്ങളിൽ 15,000 വോട്ടർമാർക്ക്, 20,000 വോട്ടർമാർക്ക്, 25,000 വോട്ടർമാർക്ക് വരെ ഒരു കൗൺസിലറിന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് അങ്ങനെ നടപ്പിൽ വരുത്തിയിട്ട് ബിജെപി വിരുദ്ധരായ കൗൺസിലർമാർ ജയിച്ചു വരാതിരിക്കാനുള്ള തീരുമാനം ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് ഇവിടുത്തെ 2 മുന്നണികളുടെ മൗനാനുവാദത്തോടുകൂടി നടപ്പിലാക്കിയതും അങ്ങനെ കേരളത്തിൽ അദാനിയുടെ 2 പ്രധാന ഇൻവെസ്റ്റ്മെന്റ് ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സീപോർട്ടും തിരുവനന്തപുരം എയർപോർട്ടും അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് സൗകര്യങ്ങൾ ഒരുക്കുന്ന, അതിനൊരു തടസ്സമില്ലാത്തൊരു ഭരണ സംവിധാനത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചത് മുതൽ 2 MLA-മാരെയും തൊട്ടടുത്ത ജില്ലയിൽ 1 MLA-മാരും വിജയിപ്പിച്ചുകൊണ്ട് അദാനിക്ക് സുഗമമായി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, അദാനി എന്താണോ ആഗ്രഹിക്കുന്നത്, അദാനി എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി വിശ്വസനീയില്ല എന്ന് ഒരുപാട് വട്ടം തെളിയിച്ച VD സതീശന് അദാനിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചേക്കാം, മറ്റു പല നേട്ടങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ കേരളത്തിന്റെ ജനതയെ പണയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ രീതിയിലാണ് VD സതീശൻ പോകുന്നത് എങ്കിൽ അവസാനത്തെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ UDFന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി ചരിത്രത്തിൽ നിന്ന് കോൺഗ്രസ് നിഷ്കാസിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി കൈയടക്കി വെച്ച വകുപ്പൊന്ന് നിങ്ങൾ നോക്കൂ. തുറമുഖം, അദാനി പോർട്ട്, ഇനിയുള്ള അടുത്ത 50 വർഷം അത് ഐസ്ലാൻഡ് ഏജാണ് എന്ന, ശീതയുഗമാണ് എന്ന, ലോകത്തിന്റെ പല ഭാഗങ്ങളും അടുത്ത മഞ്ഞുവീഴ്ച മൂലം തണുപ്പിലേക്ക് പോകുന്നു എന്നും സൗരോർജം കുറഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠനങ്ങൾ പുറത്തു വന്നതും അതിനെ മറികടക്കുന്നതിന് വേണ്ടി ലോകതലത്തിലെ രാഷ്ട്രങ്ങൾ, വലിയ കോർപ്പറേറ്റുകൾ പദ്ധതികൾ ആവിഷ്കരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഫ്യൂവലിന്റെ, ഓയിലിന്റെ ലഭ്യതക്കുറവ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 66,000 കോടി റിട്ടേൺ ചെയ്യുന്ന അംബാനിയുടെ ഫാക്ടറി കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ അതിന് ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്രൂഡ് വളരെയധികം ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇനി പവർ പ്ലാന്റുകളാണ് നടക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ മാസം ആന്ധ്രയിൽ റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് 2 പവർ പ്ലാന്റുകൾക്ക് 6 മാസം കൊണ്ട് പണി കഴിഞ്ഞ് അവിടെ നിന്ന് പവർ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന സ്മോൾ രീതിയിലുള്ള സ്കെയിലിലുള്ള പവർ പ്ലാന്റുകളാണ് ഇനി ലോകത്തിന്റെ പവർ നിയന്ത്രിക്കുക എന്നുള്ളത് കൃത്യമായ പഠനങ്ങൾ പുറത്തു വന്നിരുന്ന സമയത്ത് എല്ലാ രീതിയിലും അദാനിയെ സപ്പോർട്ട് ചെയ്തിട്ടും ഓഹരിയിൽ കൂട്ടുകെട്ടി വീഴുന്ന വലിയ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏകദേശം 56,600 കോടി രൂപയാണ് LIC ഈ അദാനിയുടെ ഷെയർ എടുത്തിട്ടുള്ളത്. പൊതുമർദ്ദത്തിൽ നിന്ന്, ജനങ്ങൾക്കിടയിൽ നിന്ന് സാമ്പത്തികമായി കൂട്ടുകുത്തുന്ന അദാനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വഴിവിട്ട ശ്രമങ്ങൾ SIBയുടെ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് നമ്മുടെയൊക്കെ നികുതി പണം, നമ്മൾ കൊടുത്ത പണം അങ്ങനെ അദാനിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സാഹചര്യം ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നു. ഇനി കേരളം യുറേനിയം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്ന് അത് കേരളമാണ്, കേരളത്തിന്റെ തീരപ്രദേശമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ നമ്മുടെ മന്ത്രിയായിട്ടുള്ള, കേരളത്തിന്റെ NDA മന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് കടലാമ സംരക്ഷണത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത്. അത് കടലാമകളെ സംരക്ഷിക്കാനല്ല, കേരളത്തിന്റെ തീരം കണ്ണുവച്ചിട്ടാണ് എന്ന് അന്ന് ഇന്ത്യയിലെ പ്രമുഖരായ മനുഷ്യാവകാശ പ്രവർത്തകരും പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന, ജിയോ പൊളിറ്റിക്സ് പറയുന്ന ആളുകളുമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ആ തീരദേശമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടുള്ളത്. അതിനുശേഷം ധവളപത്രത്തിലും അല്ലാതെയും അദ്ദേഹം പറയുന്നത് ഇതൊരു തീരദേശ
എങ്ങനെയായി മാറ്റും, വലിയ തുറമുഖത്തിന്റെ ഒരു ഹബ്ബാക്കിയിട്ട് നമ്മുടെ കേരളത്തെ മാറ്റും എന്ന് പറയുമ്പോ അതെങ്ങനെയാണ് അദാനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പണിയെടുക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മുന്നിൽ ബോധ്യങ്ങൾ ഉണ്ടാവുകയാണ്. നമുക്ക് മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ പകൽത്തോടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്ത് തടയാൻ വേണ്ടിയിട്ടാണ് NDA നേതാക്കന്മാരെ കണ്ടു എന്ന ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നരേറ്റീവ് ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തെ പണയപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരെ, ഈ കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി വിഭജിക്കുന്ന വെള്ളാപ്പള്ളിയെ താങ്ങി നിർത്തിയിട്ടാണ്, വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടാണ്, കേരളത്തെ വിഭജിച്ചിട്ടാണ്, ഇവിടുത്തെ സൗഹൃദാന്തരീക്ഷത്തെ തകർത്തുകൊണ്ടാണ് ഇടതുപക്ഷം ഭരിച്ചിരുന്നത് എന്ന് നാഴികക്ക് 40 വട്ടമല്ല അതിനേക്കാൾ കൂടുതൽ പറഞ്ഞിരുന്ന UDFന്റെ സകല നേതാക്കന്മാരും കേരളത്തിലെ ജാതിമത സംഘടനകളൊക്കെയും അതിനേക്കാൾ വലിയ വിഭജനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുമ്പോ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ ജനങ്ങൾ ഈ കൊള്ളയെ കുറിച്ച് ചർച്ച ചെയ്യരുത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ മതത്തിന്റെ പേരിൽ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് പരസ്പരം തെരുവിൽ പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് നരേന്ദ്രമോദി എന്താണോ ചെയ്തിട്ടുള്ളത്, BJP എന്താണോ ചെയ്തിട്ടുള്ളത്, മനുഷ്യരെ തമ്മിലെടുപ്പിച്ച് വെറുപ്പിൽ പാടിപ്പിച്ച് വെറുപ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ രാഷ്ട്രീയം തന്നെയാണ് നമ്മുടെ കേരളത്തിലും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ നിന്ന് കാണാൻ അദ്ദേഹത്തിന്റെ മകന് NDA നേതാവിന് വെറുപ്പിൽ പാചക ഫാക്ടറിയിലെ മാനേജർമാരായിട്ടുള്ള ആളുകളെയൊക്കെ വരി നിന്ന് ശാലണിയിക്കാൻ UDFന്റെ മന്ത്രിമാരെ അങ്ങോട്ട് പറഞ്ഞുവിടുമ്പോ കൗശലക്കാരനായ കുരുത്തനായ VD സതീശൻ അറിയാം NDAയുമായിട്ടുള്ള ചർച്ച അങ്ങനെ ഇവിടെ സജീവമായി നിലനിർത്തിക്കൊണ്ട് അദാനി ഡീലിംഗിന്റെ സാഹചര്യങ്ങൾ അതില്ലാതാക്കി മാറ്റാമെന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകൾ ആരുമായി ബന്ധപ്പെട്ടിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ അത് അദാനി പോർട്ടുമായിട്ടാണ്, ഗുജറാത്തിലെ മുദ്ര പോർട്ടുമായിട്ടാണ്, തൂത്തുക്കുടിയിലെ അതേപോലെ മഹാരാഷ്ട്രയിലെ അങ്ങനെ ഇന്ത്യയിൽ അദാനി കൈകാര്യം ചെയ്യുന്ന പോർട്ടുമായിട്ടാണ്. അദ്ദേഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഹരികളുടെ ബിസിനസിൽ നിന്ന് പിന്നോക്കം പോകുമ്പോ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ യുവതയെ, ഇന്ത്യയിലെ ജനങ്ങളെ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ടാണ് അതാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന വസ്തുതകൾ വെച്ചിട്ട് നമുക്ക് തെളിയിച്ചെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് കേരളത്തിലേക്കും വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വല്ലാർപാടത്ത് ഒരു പോർട്ടുണ്ടായിട്ട് അതിപ്പോഴും ലാഭകരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. അവിടെ നിന്ന് 4-5 മണിക്കൂറുകൾ ഒരു 7 മണിക്കൂറെങ്കിലും ഓടിയാൽ എത്താകുന്ന വിഴിഞ്ഞത്ത് മറ്റൊരു പോർട്ട് വരുമ്പോ ആ പോർട്ടിനെ കുറിച്ചുള്ള മുഴുവൻ ഫീസിബിലിറ്റി റിപ്പോർട്ടുകളും പറഞ്ഞത് അതൊരിക്കലും ലാഭകരമല്ല എന്ന് വന്നപ്പോ അവസാനത്ത് അത് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി അവസാനം അദാനി പേയ്മെന്റ് നടത്തിയിട്ടുള്ള കമ്പനിയെ കൊണ്ട് നടത്തിയ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അത് ലാഭകരമാകണമെങ്കിൽ തുറമുഖേതര വികസനം വ്യവസായങ്ങൾ നടക്കണമെന്നാണ്. അതുകൊണ്ട് തുറമുഖത്ത് നടക്കുന്ന വ്യവസായങ്ങൾ കൊണ്ട് ഈ വിഴിഞ്ഞം പോർട്ട് ലാഭകരമാകില്ല. അങ്ങനെ കേരളത്തിലേക്കും നോക്കൂ നിങ്ങൾ. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമായത് എങ്ങനെയാണ്? ഇപ്പൊ തൂഫാൻ നടക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ഉദ്ദേശശുദ്ധിയിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല, ആത്മാർത്ഥമായിട്ടാണ്. പക്ഷേ അത് നടന്നാൽ ഇവിടുത്തെ ലോക്കൽ മയക്കുമരുന്ന് ശൃംഖല മുഴുവൻ തകർത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് അദാനിയുടെ മയക്കുമരുന്ന് ശൃംഖലയാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ മിസ്റ്റർ അദാനി, താങ്കളൊന്ന് മനസ്സിലാക്കുക, ഈ കേരളത്തിന്റെ തെരുവിൽ ജീവൻ കൊടുത്തുപോരാടാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരുണ്ടാകും. ഈ രാജ്യത്തെ അങ്ങനെ താങ്കളുടെ സമ്പത്ത് കൊണ്ടുകൂട്ടാൻ വേണ്ടി, താങ്കളുടെ തകർച്ചയിൽ നിന്ന് താങ്കളുടെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേന്ദ്രത്തിന്റെയും കേരള മുഖ്യന്റെയും പിൻബലത്തോടുകൂടി ഈ കേരളത്തെ ഒരു മയക്കുമരുന്ന് ശൃംഖലയുടെ ടൂറിസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അതിനെതിരെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ നിവർന്നു തന്നെ നിൽക്കും എന്ന് താങ്കൾ തിരിച്ചറിയുക. തീർന്നിട്ടില്ല. ഇവിടെ അൻസാരിയും അതേപോലെ ജോൺസണുമൊക്കെ സംസാരിക്കാനുണ്ട്. മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഓർത്തിലെത്തുക, ഇവിടെ ഏതെങ്കിലും കുറച്ചാളുകൾ
സിൻഡിക്കേറ്റിലേക്ക് പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഒരു RSSകാരനെ നിയോഗിച്ചതല്ല ഞങ്ങളുടെ പ്രശ്നം. ആരാണ് RSS എന്നുള്ളതാണ്. ഇന്ത്യ വിഭജനത്തോടുകൂടി അങ്ങ് കൽക്കട്ടയിലും അതേപോലെ പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഉൾപ്പെടെയുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വർഗീയ കലാപങ്ങൾ നടത്തിയിട്ട് മനുഷ്യരെ പരസ്പരം കൊന്നുതള്ളിയ ഒരു സംഘടനയാണ് RSS എന്ന കമ്മ്യൂണിസ്റ്റുകൾ കണ്ടെത്തിയ RSS. തീർന്നിട്ടില്ല. 1947 മുതൽ ഇന്ന് വരെ ഇന്ത്യയിൽ നടന്ന പ്രധാനമായ വംശീയ കലാപങ്ങളിൽ പ്രതിയാണ് എന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് ലോകവും ഇന്ത്യയും ഒരേപോലെ പറഞ്ഞിട്ടുള്ള RSS അമേരിക്ക ഉൾപ്പെടെ വംശീയമായ തീവ്ര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആഗോള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളുമൊക്കെ ഇങ്ങനെ വംശോന്മൂലനം നടത്തുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള RSS ഒരു ഭരണഘടനയില്ലാത്ത RSS ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോഴും ഒരു ഭരണഘടനയില്ലാത്ത RSS നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചുകൊണ്ട RSS വെടിവെച്ചു കൊല്ലാൻ നോക്കിയിട്ട് അത് ചെയ്തത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കരുതയിട്ട് മഹാത്മാഗാന്ധിയെ കൊല ചെയ്യാൻ ആളുകളെ പറഞ്ഞുവിട്ട RSS അങ്ങനെ ഈ രാജ്യത്തെ മനുഷ്യരെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ പരസ്പരം തമ്മിലടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വർഗീയ സഭരാജ്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന RSSന് ഒളിച്ചു കടത്താനാണ് ശ്രമമെങ്കിൽ അതിനെ നെഞ്ചും വിരിച്ച് നേരിടാൻ കേരളത്തിന്റെ മണ്ണിൽ ആൺകുട്ടികളുണ്ടോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ സാവകാശമെന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് സോഷ്യൽ ഡെമോക്രസി.